ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോണത് നല്ലൊരു അടിപൊളി ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന വോൾക്കാനോ പിസ്സ ആണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് ഈ ഒരു ഡൊമിനോസ് സ്റ്റൈലിലുള്ള വോൾക്കാനോ പിസ്സ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാവ് ഉണ്ടാക്കുകയാണ്. ഒരു 4 കപ്പ് മൈദപ്പൊടിൻ്റെ അളവിലാണ് കാണിക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 5 പീസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 1½ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടിയത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അതൊരു 2 ടീസ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട്. ഈസ്റ്റൊക്കെ എപ്പോഴും പുതിയ ഡേറ്റ് ഉള്ളത് എടുക്കണം, എന്നാലാണ് നന്നായി കിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയാൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ വേണം. അപ്പോൾ ഒലിവ് ഓയിലിൻ്റെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കലുണ്ട്, കുക്കിംഗ് ഓയിൽ ഏതാണ് പറ്റുക അങ്ങനെ അങ്ങനെ എന്നല്ലല്ലോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ വാങ്ങുന്ന സമയത്ത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നോക്കിയിട്ട് വാങ്ങണം എന്നുള്ളത്. പൊമേസ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് മിക്സ് ആയിട്ട് വരുന്നതുണ്ട്, അത് വാങ്ങിക്കരുത്. എപ്പോഴും എക്സ്ട്രാ വെർജിൻ 100% വെർജിൻ ഒലിവ് ഓയിൽ നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടാവും കേട്ടോ, കുക്കിങ്ങിന് പറ്റുമോ ഇല്ല എന്നൊക്കെ ഉള്ളത്, അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് വെള്ളം കേട്ടോ. ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ട് നോക്കുക, എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകത്തിലാകണ വരെയാണ് വേണ്ടി കേട്ടോ. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല, ചെറുതായിട്ടൊരു സ്റ്റിക്കി പാകം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ ആ ഒരു പാകത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് നന്നായിട്ട് കുഴച്ച് കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് വേണ്ടി കേട്ടോ. നമ്മളിങ്ങനെ ചെറുതായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്റ്റിക്കി ആയിരിക്കും. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന അതേ പാകം അതേപോലെയാണ് വേണ്ടി കേട്ടോ. ഇത്രയും സോഫ്റ്റ് ആയിരിക്കണം. എന്നാലും ഒന്നിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിക്കി ആയിട്ട് തോന്നുകയില്ല. കണ്ടില്ലേ? ഈ ഒരു പാകത്തിലാണ് വേണ്ടിയത്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതൊന്ന് ഡബിൾ സൈസ് ആകുന്നവരെ ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് പൊതിഞ്ഞ് കൊടുത്താണ്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് പിസ്സ സോസാണ് ഉണ്ടാക്കേണ്ടത്. ഒരു മീഡിയം സൈസുള്ള ഒരു ഉള്ളിയും അതേപോലെ തന്നെ 2 മീഡിയം സൈസുള്ള തക്കാളിയും ഇവിടെ അരിഞ്ഞ് വെച്ചാണ്. റഫായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചാൽ മതി, ചെറുതാക്കി അരിയൊന്നും വേണ്ട. അപ്പോൾ അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ, അതൊരു 1/2 ടീസ്പൂൺ, നിങ്ങൾ അളന്നെടുക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നിർബന്ധമായിട്ട് വേണ്ട ഒരു സാധനമാണ് ബേസിൽ എന്ന് പറഞ്ഞ സാധനം. ഇത് തുളസിൻ്റെ ഇല കേട്ടോ, നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന തുളസിൻ്റെ ഇല ഉണക്കിയതാണ്, അതും 1/2 ടീസ്പൂൺ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ അതാ വെന്ത് നല്ല വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് വറ്റി വന്നാണ്. ഇത്രയും മതി. ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. നന്നായിട്ട് വേവണേ ഇത്. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുരുമുളക് ചേർക്കുക, അതുപോലെ കളർ കൂട്ടണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാം. ഇപ്പോൾ അതാ ഞാനത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ അതാ നന്നായിട്ട് അരച്ച്. അപ്പോൾ നമ്മളെ പിസ്സ സോസ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു പിസ്സയ്ക്ക് വേണ്ടി നമുക്കൊരു വൈറ്റ് സോസ് വേണം. ചീസ് സോസ് കേട്ടോ. വൈറ്റ് സോസ് എന്ന് പറയുന്നില്ല, ചീസ് സോസ്. അപ്പോൾ ഒരു 40 ഗ്രാം എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ ബട്ടർ. അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അൺസോൾട്ടഡ് ആണ് ഞാൻ എടുത്തത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നമ്മൾ ബട്ടർ എടുക്കുന്ന സമയത്ത് 4 ടേബിൾ സ്പൂൺ തന്നെയാണ് മൈദപ്പൊടിയും വേണ്ടിയത്. ഞാനിപ്പോൾ ഇത് കൂടുതൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തത്. നിങ്ങൾ 1-2 പിസ്സ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 കേട്ടോ. അത്രയും മൈദ എടുത്താൽ മതി, അത്രയും ബട്ടറും മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 പിസ്സ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കണക്കാണ് ഈ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ. ഒരു ഫ്രോത്തി ആവുക എന്ന് പറയില്ല, അങ്ങനെ ആയി വരിക. എന്താ പറയുക, പതഞ്ഞ് വരുന്ന ആ ഒരു പാകത്തിൽ ചെറിയ സിമ്മിലിട്ട് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് നേരം ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോഴാണ് ആ ഒരു മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വരിക. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് പാലിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ട് അതുമായിട്ടൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കട്ടിയാവും കേട്ടോ. ചെറിയ തീയിൽ തന്നെ വെക്കണേ. എന്നിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിച്ചെടുക്കുക കേട്ടോ. ബാക്കി ഞാനിപ്പോൾ ഒരു കപ്പിലേക്കുള്ള ബാക്കിയാണ് ചേർക്കണത്. പിന്നെ ഒരു കപ്പും കൂടെ എടുക്കുക. അത്രയും പാൽ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും ബട്ടറും നമ്മൾ ആ ഒരു പൊടിയും എടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഇതുമേ സ്പീഡാക്കി കാണിക്കാനാണ് കേട്ടോ. കുറച്ച് ടൈം എടുക്കുക ഇങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ഒഴിച്ച പാലും ഈ ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അടുത്ത 2ാമത്തെ കപ്പ് പാലും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുക്കണം. ഇനി 2ാമത്തെ ചേർക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് പൊടികളും ഇതൊക്കെ ചേർക്കാനുണ്ട്. നമ്മൾ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, ബട്ടറൊക്കെ അൺസോൾട്ടഡ് ആണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ പൊടികളും ചേർത്ത് കൊടുക്കണം.
ഇനിയിപ്പോൾ അതാ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും. ഇത് സിന്നമൺ പൗഡറാണ്, പട്ട പൊടിച്ച പൊടിയാണ് കേട്ടോ. ഒരു പിഞ്ച്, ഒരു നുള്ള് മതി. അതിൻ്റെ ടേസ്റ്റ് കുത്തുന്നൊരു ടേസ്റ്റാണ്, അതുകൊണ്ട് അധികം ആവണ്ട. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം ചെഡാർ ചീസ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കൂടുതൽ വേണ്ടത് ഈ ഒരു ചീസാണ്, ചീസ് സോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ആ ഒരു ചീസും പാലും എല്ലാം കൂടെ മെൽറ്റായിട്ട് നല്ല സോസ് പോലെ ആയി വരും. ആ ഒരു പാകത്തിലാകണ വരെയാണ് ഇത് ഇളക്കി മിക്സാക്കി കൊടുക്കേണ്ടത്, പെട്ടെന്നാവും. ഇപ്പോൾ അതാ നമ്മളെ ചീസ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പാകത്തിലായിന്. ഇനിയിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് എത്ര കളർ വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഒരു ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്, ഒരു യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചീസ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചീസ് സോസ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇനി കുറച്ച് നേരം വെക്കുമ്പോൾ അത് കട്ടിയാവും കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നും കൂടെ ചൂടാക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിൽ ഫില്ലിങ്ങിന് വേണ്ടി കുറച്ച് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. അതിലേക്ക് ഇത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതാ ഒരു ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങൻ്റെ നീരോ അല്ലെങ്കിൽ തൈരോ ചേർത്താൽ മതി കേട്ടോ, ഏതാണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു അധികം ചെറിയ പീസായിട്ട് മുറിച്ചിട്ടില്ല, ചെറിയ ചെറിയ ഒരു എന്താ പറയുക ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ ചിക്കൻ മുറിച്ചെടുത്തത്, ബോൺലെസ് ആയിരിക്കണം. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളം വറ്റുന്ന വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. വറ്റുന്ന സമയത്ത് ഇതിന് ആ ഒരു എണ്ണ കിടന്ന് ഒന്ന് മൊരിയാൻ തുടങ്ങും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഫുള്ളായിട്ട് വറ്റി. ഇതിപ്പോൾ കണ്ടില്ല, തീരെ വെള്ളമൊന്നുമില്ല, ചിക്കനൊക്കെ നന്നായിട്ട് വെന്താണ്. ഇനി ചെറുതായിട്ട് ഇതിനൊന്ന് മൊരിയിപ്പിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് മൊരിഞ്ഞ് പോകരുത്, അപ്പം ചിക്കൻ ഹാർഡായി പോകും. നമ്മൾ ഓവനിൽ വെക്കുന്ന സമയത്ത് പിന്നെയും ഒന്നും കൂടെ ഹാർഡായി പോകും. അതുകൊണ്ട് ഈ ഒരു പാകത്ത് തന്നെ എടുക്കണേ. ഇപ്പോൾ ഇത് റെഡിയാണ്, ഇത്രയും മതി. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തത്. ഒരുപാട് അങ്ങ് മൊരിച്ചെടുത്തിട്ടില്ല, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പാകം കേട്ടോ. ഇത്രയും ആയാൽ മതി. ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതാ നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇത്രയും പാകത്തിലായി വരണം കേട്ടോ. നമ്മളിവിടെ ഒരു 1.5 മണിക്കൂറാണ് ഞാനിവിടെ വെച്ചത്, ചെറുതായിട്ടൊരു തണുപ്പുള്ളതുകൊണ്ട് 1.5 മണിക്കൂറാണ് വെച്ചത്. ഇനിയിപ്പോൾ ഇതാ നല്ല കറക്റ്റ് പാകത്തിലാണുള്ളത്. ഒട്ടും തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കൈയൊന്ന് പൊടിയിൽ മുക്കിയാൽ മതി കേട്ടോ. നല്ല എയറൊക്കെ കടന്നിട്ടുള്ള മാവായിരിക്കണം. ഈ ഒരു പാകത്തിലായാലാണ് പിസ്സ നന്നായിട്ട് റെഡി ആവും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ഒരു മാവ് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന്, ഒരുപാട് ബലം പ്രയോഗിച്ച് ഇതിനെ കുഴച്ചെടുത്ത് അതിൽ കയറിയിട്ടുള്ള എയറൊന്നും നശിപ്പിക്കരുത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഇത് എത്ര വലുപ്പത്തിലുള്ള നമ്മൾ പിസ്സാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ഉരുളായിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള, നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് മീഡിയം സൈസ് എന്ന് പറയില്ല, ആ ഒരു സൈസിലുള്ള പിസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ 5 ഉരുളായിട്ട് ഉരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒന്ന് റൗണ്ടായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് റഫായിട്ട് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. ഇതിനെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരുപാട് തിന്നായും വേണ്ട, ഒരുപാട് കട്ടിയിലും വേണ്ട, ആ ഒരു പാകത്തിലുള്ള കട്ടിയായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ അത് പൊങ്ങി വരികയും ചെയ്യും. അതും കൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മളത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പിസ്സ ഹട്ടും ഡൊമിനോസും രണ്ടും 2 സ്റ്റൈലാണ്. പിസ്സ ഹട്ടിലുള്ള ഈ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയായിരിക്കും, ഡൊമിനോസിലുള്ളത് കുറച്ച് നേരിയതായിരിക്കും. ഇനിയിപ്പോൾ ഇതിനെ വോൾക്കാനോ ആക്കാൻ വേണ്ടിയിട്ട് ഞാനത് സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തത്. അതിൻ്റെ മേലെ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തത്. സ്റ്റീൽ നമ്മൾ ഓവനിൽ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ തീ പാറും, അതുകൊണ്ടാണ് ഇങ്ങനെ ഫോയിൽ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം വേണം. ഇത് ഡിസ്പോസിബിളോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുക. അലുമിനിയത്തിൻ്റെ ഡിസ്പോസിബിളും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ സെൻറ്ററിലാണ് വെക്കുക. ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വോൾക്കാനോ ആക്കുക എന്നുള്ളത്. ഇതേ രീതിയിലാണ് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ നടുവിൽ നമ്മളത് കുഴിച്ച് കൊടുക്കും. അപ്പോൾ ഒരു വോൾക്കാനോ പോലെ അതിൽ ചീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ബേക്ക് ചെയ്യുന്ന ഷീറ്റ് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ വെച്ചതിന് ശേഷം അതിൽ കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഈ ഒരു ബൗള് വെച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഉള്ളിൽ വരുന്ന ഭാഗമില്ല, ആ ഒരു ബൗളിലേക്കുള്ള ഭാഗം ഒന്ന് അമർത്തി ഉള്ളോട്ടാക്കി കൊടുക്കണം കേട്ടോ. അതങ്ങനെ നമ്മൾ അമർത്തുന്ന സമയത്ത് ഉള്ളായിട്ട് അങ്ങ് പോകില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് ഓട്ടാക്കി കൊടുത്താൽ മതി. അതിൻ്റെ എയർ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മളിത് ഈ ഒരു ക്രസ്റ്റ് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തണം. അതുപോലെ തന്നെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു എയർ ഒന്ന് പുറത്തേക്ക് വന്നോളൂ. അപ്പോൾ അത് അവിടെ താന്ന് നിൽക്കും. കണ്ടില്ലേ? ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള സ്ഥലത്തും ഒരു 5-6 കുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ.
ഒരുപാടങ്ങ് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിസ്സ സോസ് കേട്ടോ. പിസ്സ സോസൊക്കെ ഞാനിവിടെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ വിൽക്കാൻ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പിസ്സ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കഷ്ണം ക്യാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടൊക്കെ ഇടണം കേട്ടോ. എന്നാലാണ് കുറച്ചും കൂടെ ഒരു കളറൊക്കെ വരിക. അത്രേ ഉള്ളൂ. ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല, കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ടോ അല്ല നല്ല കളറുള്ള ക്യാരറ്റോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സോസ് മൊത്തത്തിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മളെ ചീസ് സോസ് കേട്ടോ. ഇതൊന്ന് കട്ടിയാവും, ആ സമയത്ത് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ആദ്യം നമ്മൾ വോൾക്കാനോ ആക്കിയിട്ട് നടുവിലും വെച്ച് കൊടുക്കണം, അതുപോലെ തന്നെ ചുറ്റിലും വെക്കണം കേട്ടോ. ചുറ്റിലും ഞങ്ങൾ പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിലാക്കിയാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് അതങ്ങ് സ്പ്രെഡാക്കി വന്നോളും. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ. ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. ഞാൻ അതിൻ്റെ മേലെ കുറച്ചും കൂടെ മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് മുഴുവനായിട്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിത് മൊസറല്ല ചീസും കൂടെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടി. എന്തൊക്കെ വെജിറ്റബിൾസ് വേണമെന്നുള്ള നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ക്യാപ്സിക്കവും മഷ്റൂമും ഉള്ളിയും മാത്രമാണ് ഇടുന്നത്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മഷ്റൂമാണ്. ഞാനിവിടെ ടിന്നിലുള്ള മഷ്റൂമാണ് എടുത്തത്. നിങ്ങൾ ഫ്രഷ് മഷ്റൂമാണ് എടുക്കുന്നതെങ്കിൽ ഒരു കുറച്ച് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്യാത്തതാണ് കേട്ടോ, കഴുകി എടുത്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഉള്ളി, അതും ഇതേപോലെ തന്നെ റഫായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചാണ്. ഒരു 3-4 അല്ലി മതി കേട്ടോ, അധികമൊന്നും വേണ്ട. അതൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ചിക്കൻ, നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചാൽ അത് കുറച്ചല്ല, കുറച്ച് നല്ലോണം ഇടുക കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കൻ്റെ പകരം നിങ്ങൾക്ക് പ്രോൺസോ ബീഫോ മട്ടണോ ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പനീർ ചേർത്താലും മതി. വെജിറ്റേറിയൻ ആണെങ്കിൽ പനീർ ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ അത് കുറച്ച് ഒലീവ്സ്, ബ്ലാക്ക് ഒലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാ ബ്ലാക്ക് ഒലീവ്സ് കൊടുത്താണ്. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മൾ മൊസറല്ല ചീസ് ഇതിൻ്റെ മേലെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആ ഒരു ചുറ്റിലും അത് ആ ഒരു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് കുറച്ചധികം ചീസ് ഇട്ട് കൊടുക്കുക. ഇനി ചീസും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിൽ ഇതിൻ്റെ മേലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഡ്രിസിൽ ചെയ്യാന്ന് പറയില്ല, കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ഡ്രിസിൽ ചെയ്യുക. നമ്മൾ ആ ഒരു പുറത്തുനിന്ന് വാങ്ങുന്ന അതേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഈ ഒരു സ്റ്റെപ്പൊക്കെ. ഇനി ഇത് ബേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിവിടെ 230 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് എൻ്റെ ഓവനിൽ. ചില ഓവനിൽ ചിലപ്പോൾ 20 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തർ ഓവനിൽ ഓരോ കണക്കായിരിക്കും. അപ്പോൾ എനിക്കിവിടെ 230 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. ചെമ്പിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടിപൊളി വോൾക്കാനോ പിസ്സ ഇവിടെ റെഡി ആയി. ഇതിപ്പോൾ കണ്ടില്ല, ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്, അതിനാണ് ഈ ഒരു വോൾക്കാനോ എന്ന് പറയുന്നത്. മേലെ കുറച്ച് പൊന്തിയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ആ ഒരു സെൻറ്റർ ഭാഗമല്ലേ, അത് കുറച്ച് പൊന്തിയിട്ടാണ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ആ ഒരു പാത്രവും വെച്ച് കൊടുത്തത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അടിപൊളിയാണ്, വേറൊന്നൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു പിസ്സൻ്റെ ടേസ്റ്റ് അല്ല, ഈ ഒരു ചീസ് സോസും എല്ലാം കൂടെ വരുന്നതുകൊണ്ട് തന്നെ വേറൊന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളിയാണ്. ഇത് ഭയങ്കര പൈസ ഒന്നും കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടില്ല, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് മുറിച്ചിട്ടും കാണിച്ചു തരാം. അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്നും ഒരേ സ്റ്റൈലിലുള്ള പിസ്സ കഴിക്കുന്നവർക്ക് ഒരു മാറ്റം എന്നുള്ളതിൽ നല്ലതാണ്. ഇത് കണ്ടില്ല, ഈ ഒരു രീതിയിലാണുള്ള അടിഭാഗമൊക്കെ നല്ല ക്രസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിട്ടാണ് ഉണ്ടാവുക അടിയിൽ, നമ്മൾ ആ ഒരു എണ്ണയും കൂടെ തേച്ചോണ്ട്. ഇനിയിപ്പോൾ അത് സെൻറ്ററിൽ നമുക്ക് ആ ഒരു സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വോൾക്കാനോ പിസ്സ, ഡൊമിനോ സ്റ്റൈലിലുള്ള വോൾക്കാനോ പിസ്സ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.